ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ പാലാപിതാവ് ഉന്നയിച്ച മറ്റൊരു വിഷയം ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേരളത്തിലെ ഈ അടുത്ത കാലങ്ങളിലെ പത്രവാർത്തകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒത്തിരിയേറെ ലഹരി വേട്ടകളാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത്, അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് വേട്ട, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച്, അതുമായി തീവ്രവാദികളെ, സ്ലീപ്പർ സെല്ലുകളെയൊക്കെ പിടികൂടുന്നു. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ക്യാരിയേഴ്സിന് മാത്രം പിടികൂടുന്നു, അടുത്ത തലങ്ങളിലേക്ക് അതിൻ്റെ ഒരു അന്വേഷണം പോകുന്നില്ല. ഇത് വാസ്തവത്തിൽ ഭരണകൂടത്തിൻ്റെയും ഒരു നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഒരു ജാഗ്രതാക്കുറവും ഒരു നിസ്സംഗതയും തന്നെയല്ലേ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ? താങ്കൾ പറഞ്ഞ ആദ്യ പാർട്ടോട് ഞാൻ യോജിക്കുന്നു. രണ്ടാമത്തെ പാർട്ട് ഇത് ജാഗ്രതക്കുറവോ നിസ്സംഗതയല്ല, അത് തീർച്ചയായിട്ടും ബോധപൂർവമായിട്ടുള്ള ഒരു സ്റ്റാൻഡായിട്ടാണ് എനിക്ക് തോന്നാറ്. കാരണം കഴിഞ്ഞ 3 മാസത്തിൽ 4000 കോടി രൂപയിലധികമുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തു. നമ്മളുടെ പോലീസ് റിപ്പോർട്ടാണത്. അതുപോലെ തന്നെ അമൃത്സർ കഴിഞ്ഞാൽ ഇന്ത്യയിലെ 2ാമത്തെ ലഹരി ഉപയോഗ കേന്ദ്രമായി അല്ലെങ്കിൽ ലഹരി വിപണിയായി കേരളം മാറിയിട്ടുണ്ട് എന്ന് കേന്ദ്ര റിപ്പോർട്ട് നമ്മുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന മാരക രാസമയക്കുമരുന്നായിട്ടുള്ള MDMA കടത്തുന്ന സംഘം അതെങ്ങനെയാണ് കേരളത്തിൽ എത്തുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ പല പെൺകുട്ടികളുടെയും പല തീവ്രവാദ റിക്രൂട്ട്മെന്റുകളുടെയും പിന്നാമ്പറങ്ങൾ അവിടെ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഈ ഓഗസ്റ്റ് മാസത്തിൽ കസ്റ്റംസ് പിടികൂടിയതാണ് വലിയ തോതിലുള്ള ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ചാനലിൽ ഞാൻ കണ്ടതാണ് 1 കോടിയിലധികം MDMA കൊച്ചിയിൽ നിന്ന് വേട്ടയാടി പിടിച്ചു എന്നുള്ളത്. കൊച്ചി അതിന്റെ ഒരു മുഖ്യ കേന്ദ്രമാണെന്ന്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാഗമണ്ണിലെ സംഭവം, അതുപോലെ തന്നെ കോഴിക്കോട് ലഹരി വേട്ട നടത്തിയപ്പോൾ വൻതോതിൽ ലഹരി പിടിച്ചെടുത്തത്, നെടുമ്പാശ്ശേരിയിൽ 4.64 കിലോ ഹെറോയിൻ പിടിച്ചത്, ഈ കഴിഞ്ഞ മാസങ്ങളിലെ കണക്കുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ കാസർഗോഡ് നടന്നത്. ഇങ്ങനെ നിരവധി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിച്ചെടുത്തിരിക്കുന്ന ലഹരി കഴിഞ്ഞ 4 മാസത്തെ നോക്കിയാൽ, 4-5 മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. അതേ സമയത്ത് പിടിച്ചെടുക്കാതെ പോകുന്നത് ഇതിന്റെ എത്രയോ 10 മടങ്ങാണ്. അത് മറ്റൊരു വശത്ത് കിടക്കുന്നു. അതും പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇവിടെ കേരളത്തില് മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ മയക്കുമരുന്ന് കൂടിയിരിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവിടെയുണ്ട്, ഭരണ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ മദ്യം നിരോധിക്കാതെ എല്ലാ ശാലകളിലും, ഈവൻ KSRTC സ്റ്റാൻഡിൽ വരെ മദ്യം കൊടുക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴും ഇവിടെ മയക്കുമരുന്നിന്റെ ഉപഭോഗവും അതിന്റെ വിപണനവും പണ്ടത്തെക്കാൾ വളരെയധികം കൂടി. അതുമൂലം ഉണ്ടാകുന്ന സ്ത്രീ പീഡനങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു. ആ സ്ത്രീ പീഡനങ്ങളെ കുറിച്ചും ഈ മയക്കുമരുന്നിനെ കുറിച്ചും ഒന്നും കാര്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെന്നെത്തി നിന്നു കഴിഞ്ഞാൽ ഇത്തരം സംവിധാനങ്ങളെ താങ്ങി നിർത്താൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ താങ്ങി നിർത്താൻ സഹായിക്കുന്ന ചില വിധ്വംസക ശക്തികൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സമൂഹം സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല ഇതിനെ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെക്സ് ടെററിസവും നാർക്കോട്ടിക് ടെററിസവും ഉള്ള കാര്യങ്ങളെ അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ മടിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഇതിന് എല്ലാവർക്കും ആ പറയുന്ന സംവിധാനങ്ങൾ, ആ പാർട്ടികളുടെ ആളുകൾ തന്നെ അതിനകത്ത് പിണിയാളുകളായി നിലകൊള്ളുന്നതായിട്ട് പലപ്പോഴും നമ്മൾ പല കേസുകളിലും കണ്ടു കഴിഞ്ഞു.